പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബി.ജെ.പി. കൗൺസിലർ ആയിട്ടുള്ള സുഗതന്റെ പശ്ചാത്തലം എന്തായിരുന്നു? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായത്? ഈ അറസ്റ്റിനെ രാഷ്ട്രീയ നാടകം എന്ന നിലയിൽ ആണ് ബി.ജെ.പി. വിലയിരുത്തുന്നത്. അത്തരം പ്രതികരണമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സുഗതനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ എന്താണ് സുഗതന്റെ പശ്ചാത്തലം എന്നത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 25ഓളം കേസുകൾ ആണ് സുഗതന് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു സ്ഥിരം പ്രശ്നക്കാരൻ തന്നെയാണ് സുഗതൻ എന്നത് വ്യക്തമാവുകയാണ്. അതേസമയം ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിൽ പലതും രാഷ്ട്രീയ കേസുകൾ ആണ് എന്നതാണ് ബി.ജെ.പി. പറയുന്നത്. ഈ കേസുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 12 കേസുകൾ ആണ് ഗൗരവ സ്വഭാവമുള്ള കേസുകളായി സുഗതന് നേരെ നിലനിൽക്കുന്നത്. അതിൽ തന്നെ 5 വധശ്രമ കേസുകൾ ഇപ്പോൾ സുഗതൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊന്ന് ഭീഷണിപ്പെടുത്തലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നേരിടുന്നു എന്നതാണ്. ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്ന വകുപ്പും ഇപ്പോൾ സുഗതന് നേരെ ചുമത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതെല്ലാം കേസുകളുടെ സ്വഭാവമാണ് എങ്കിൽ വഴിതടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീട് കയറി വാഹനം അടിച്ചു തകർത്തു, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നിങ്ങനെയുള്ള വകുപ്പുകളും ഈ കേസുകളുടെ ഉള്ളടക്കത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നതാണ്. ഒപ്പം എന്തുകൊണ്ടാണ് സുഗതനെ ഇപ്പോൾ, അതായത് ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധിയാണ്, കൗൺസിലർ ആണ് സുഗതൻ. ഇത് പറയുമ്പോഴും കഴിഞ്ഞ 8 വർഷമായി സുഗതന് നേരെ കേസുകൾ ഉണ്ടായിരുന്നു. ഒപ്പം കാപ്പ ചുമത്തപ്പെട്ടിരുന്നു. 2023-ലും 2025-ലും കാപ്പ ചുമത്തിയിരുന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ പശ്ചാത്തലം ആണ് ഉള്ളത്. ഇതാ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ജില്ലാ കളക്ടർ വീണ്ടും സുഗതന് നേരെ കാപ്പ ചുമത്തിയിരുന്നു. അതെന്തുകൊണ്ടാണ്? അതായത് ഗുരുതരമായ വധശ്രമ കേസ് പോലെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ജാമ്യത്തിലിറങ്ങുകയും അതിനുശേഷം പിന്നീട് ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു. അവിടെയും ഒരു കൊലപാതക ശ്രമത്തിലേക്ക് സുഗതൻ കടന്നു എന്നുള്ളതാണ്. അത് CPIM പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് എങ്കിൽ പോലും സുഗതൻ ഇത്തരത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് വലിയ തോതിൽ സാമൂഹികമായ അന്തരീക്ഷത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നു എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും കാപ്പ ചുമത്തിയത്. എന്നാൽ സുഗതനെ പിടികൂടുന്ന പശ്ചാത്തലമുണ്ടായത് ഇതേ കേസിൽ തന്നെ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സുഗതനെ പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. വീണ്ടും ഞാൻ ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ, എന്താണ് ഇവിടുത്തെ ഒരു പശ്ചാത്തലം? നമുക്ക് ഇത് തിരുവനന്തപുരത്തെ ഭരണത്തെ എങ്ങനെ ബാധിക്കും എന്നതിലേക്ക് വരാം, അയോഗ്യത കൽപ്പിക്കപ്പെടുമോ എന്നതിലേക്ക് വരാം. അതിനു മുമ്പ് സുഗതന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ബി.ജെ.പി. പറയുന്നത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ബി.ജെ.പി. പല കാര്യങ്ങളും മറച്ചു വെക്കുകയാണോ? കാരണം സുഗതനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി.ജെ.പിക്ക് അകത്ത് തന്നെ ചില വിയോജിപ്പുകൾ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 2012 മുതൽ RHS ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സുഗതൻ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് റൌഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സുഗതൻ. അങ്ങനെ ഒരു RHSലേക്ക് ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തണമെങ്കിൽ തുടർച്ചയായി ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ പ്രതിയാക്കപ്പെടുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 25 കേസുകൾ സമാനമായ തരത്തിൽ സുഗതന്റെ പേരിലുണ്ട്. അതിൽ ചില കേസുകൾ വധശ്രമ കേസുകളാണ്. ആ കേസുകളിൽ ഒന്നാം പ്രതിയാണ്. ഏതാണ്ട് 4ഓളം 5-ന് മുകളിൽ കേസുകളിൽ ഒന്നാം പ്രതിയാണ് സുഗതൻ ഈ വധശ്രമ കേസുകളിൽ. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് CAയും SIയും ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. ഇതിൽ ഓർക്കേണ്ട കാര്യം, ജില്ലാ കളക്ടറാണ് ഒരാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്, അല്ലെങ്കിൽ തടങ്കലിൽ വെക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. അതിന് പ്രകാരം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കാപ്പ നിയമപ്രകാരം സുഗതനെതിരെ കേസുകൾ നിലവിലുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉത്തരവ് പുറത്തിറക്കിയതാണ്. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തിന് 2022 മുതൽ വലിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സുഗതനെ പിന്നെ എങ്ങനെ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകൂണത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ തന്നെ പാർട്ടിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു വിഭാഗം സുഗതനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായ
പകവീട്ടലാണ് എന്ന കൃത്യമായ നിലപാടുമായി രംഗത്തെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം BJP കൌൺസിലർമാർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ BJP കൌൺസിലർമാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് നടപടിക്കെതിരെ CI വിപിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴും വിപിനെ സുഗതനെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് എന്നിരിക്കെ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കുന്ന തരത്തിലേക്ക് BJP നേതൃത്വം നീങ്ങി എന്നൊരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യത BJP നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും BJPയുടെ ജില്ലാ അധ്യക്ഷൻ, സിറ്റി അധ്യക്ഷൻ കരമന ജയൻ അടക്കം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരെല്ലാവരും ഒരുപോലെ സുഗതനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. ഒരു ജനപ്രതിനിധിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരോട് എങ്ങനെയായിരിക്കും പോലീസിന്റെ പ്രതികരണം? നീതി ലഭിക്കാത്ത സാഹചര്യം, പോലീസിൽ നിന്ന് നീതിയാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ തങ്ങൾക്ക് കിട്ടുന്നത് അനീതിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അവർ നടത്തി. രാഷ്ട്രീയമായ ഒരു പകവീട്ടലാണ് നടത്തുന്നത്. VK പ്രശാന്ത് പരാജയപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ സുഗതനാണ്. ആ രാഷ്ട്രീയ പകപോക്കലിന് ഈ കേസ് ദുരുപയോഗം ചെയ്യുകയാണെന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഇത് വാക്പോരിലേക്ക് കൂടി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാപ്പ കേസിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന സുഗതനെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ മറച്ചുവെച്ച് എന്തിനവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നൊരു ചോദ്യത്തിന് BJP നേതൃത്വം എന്തായാലും മറുപടി പറയാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യെസ്, എന്തായാലും BJP പറയുന്നത് ഒരു ജനപ്രതിനിധിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളതാണ്. അതേ BJPയോടും കോൺഗ്രസിനോടും CPM-നോടും ഒക്കെ പറയാനുള്ളത് ഒരു ജനപ്രതിനിധി കാരണം ജനങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോർപ്പറേഷൻ BJP ഭരിക്കുന്നത്. സുഗതൻ BJPയുടെ ഈ ഭരണത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.